ഞാൻ 9 മന്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്, കൺസീവ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് 9 മന്തിൽ കൊറോണ വന്നു. സോ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. സോ പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി മാറിയിട്ടാണ്, ഡെസേർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നാട്ടിൽ നിന്ന് ആർക്കും കയറി വരാൻ പറ്റത്തില്ല, കാരണം ആ സമയത്ത് നമ്മളെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, വിസ കിട്ടുന്നില്ല, ആർക്കും വരാൻ പറ്റുന്നില്ല. സോ എൻ്റെ നമ്മൾ ഒറ്റയ്ക്കായ ഒരു അവസ്ഥ. സോ അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വിസിറ്റിന്, അതായത് ഡോക്ടറെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഡോക്ടർ എൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു ഈ കുട്ടിയെ കിട്ടുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. സോ 9 മന്ത്സിൽ നമുക്ക് അങ്ങനെ കൊച്ചിനെ കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പറയുമ്പോഴടക്കം എനിക്ക് അത്രത്തോളം അത് എന്നെ അഫക്റ്റ് ചെയ്തൊരു കാര്യമാണ്. സോ ആ സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് അടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് എനിക്ക് പറയണം ഇത് ഇങ്ങനെ ഇതാണെന്ന്. അപ്പോൾ എന്നെ ഒന്ന് കെയർ ചെയ്ത് തോളത്ത് തട്ടിയിട്ട് ഇത് ഓക്കെ ആണ് എന്ന് പറയാനായിട്ട് എനിക്ക് ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം. സോ അപ്പം നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരാൾ കൂടെ